അതെ, എല്ലാരും കൂടെ ഈ ഓട്ടോ കയറൂല. ഇതിപ്പോ ടോട്ടൽ 5 പേരുണ്ടല്ലോ. 5 പേരും കൂടെ എങ്ങനെ ഇതിനകത്ത് കയറും? ഞങ്ങൾ 5 പേരൊന്നും ഇല്ല മാഷേ. ഞങ്ങൾ ആകെ 4 പേരേ ഉള്ളൂ. ഏട്ടനും ഏട്ടത്തിയും ബൈക്കിലാ വരുന്നേ. മതിയല്ലോ, നിങ്ങള് 4 പേരും മതിയല്ലോ. രശ്മിയും കൂടെ ചേർത്തല്ലേ 4 പേര്? അതെ, അതിനെന്താ കുഴപ്പം? രശ്മി മാത്രം തന്നെ 40 പേരുടെ എഫക്ട് ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അമ്പിളി ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാ. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു, അമ്പിളി ചേട്ടൻ പറഞ്ഞു. ഞാനത് കേട്ടതാ. എനിക്ക് 40 പേരുടെ എഫക്റ്റ് ആണല്ലേ? എനിക്ക് 40 പേരുടെ എഫക്റ്റാ. ചുമ്മാ എന്താ പ്രശ്നം? എന്താ ഏട്ടാ, ഈ അമ്പിളി ചേട്ടൻ എന്നെ കളിയാക്കുക. എന്ത് കളിയാക്കി? എനിക്ക് 40 പേരുടെ ഭാരാന്ന്. നീ അങ്ങനെ പറഞ്ഞു ഇവളെ കളിയാക്കിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗിരിയേട്ടാ. കളിയാക്കിട്ട് പറഞ്ഞില്ലെന്ന് കള്ളം പറയുന്നോ? നീ ശരിക്കും കളിയാക്കിയോ? അറിയാതെ ഒന്ന് പറഞ്ഞു വിട്ടുകളാ. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ലേ? ഇവിടെ നിക്ക്, പറഞ്ഞിട്ട് പോയാ മതി. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. അതെ, ഇമ്മാതിരി തമാശയൊന്നും അനുവദിക്കാൻ പറ്റില്ല. ആളുകളെ നിറത്തിന്റെയും രൂപത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കളിയാക്കുന്നത് കുറ്റകരമാണ്. ഇയാളിപ്പോ രശ്മിയുടെ രൂപത്തെയാ കളിയാക്കിയത്. അത് ബോഡി ഷേമിംഗാ. ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്താ ഇയാള് ജയിലിൽ പോയി കിടക്കും. കേസ് കൊടുക്കട്ടെ? കൊടുക്കട്ടെ എന്ന്. എന്റെ പൊന്ന് ഗിരിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു നാവ് പിഴ, എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ കേസ് ഒന്നും കൊടുത്തേക്കല്ലേ. ഇയാളോട് ക്ഷമിക്കേണ്ടത് ഞങ്ങളൊന്നുമല്ല, രശ്മിയാ. ഇവളോട് മാപ്പ് ചോദിക്ക്. ഇവള് മാപ്പ് തന്ന കേസിൽ നിന്ന് ഒഴിവാക്കാം. ഗിരിയേട്ടാ, പറഞ്ഞു കേട്ടില്ലേ? മാപ്പ് പറഞ്ഞു. മാപ്പ് രശ്മി, മാപ്പ്. വെറുതെ മാപ്പ് ചോദിച്ചാ പോരാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നുകൂടി പറയണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. കരിനീലിക്കാവിലെ അമ്മയാണ് സത്യം. തൽക്കാലത്തേക്ക് മാപ്പ് കൊടുക്കാം അല്ലേ ഏട്ടത്തിമേ? ശരി, ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാ പിന്നെ ശരി, നിങ്ങൾ കൂട്ടോ. വഴിക്ക് വെച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ. ഏട്ടാ, ഇല്ല ഏട്ടാ, ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഓ, ഞാൻ ഇനി കമാന്നും മിണ്ടില്ല. എന്നാ പിന്നെ വണ്ടി എടുത്തോ. അതെ, നിങ്ങൾ നേരെ കടയിലേക്ക് വന്നാൽ മതി കേട്ടോ. താങ്ക് യു.